ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശങ്ങളുടെ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 15. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികരെ പോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഡിസംബർ 26, 1974 വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ. 65. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. വിശുദ്ധ സ്റ്റീഫൻ യഥാർത്ഥത്തിൽ ഒരു ശിശുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ എന്തു പ്രകാശമാണ് ജ്വലിപ്പിച്ചത്! എൻ്റെ പ്രിയൻ പുത്രനിലുള്ള അദ്ദേഹത്തിൻ്റെ അവർണ്ണനീയ വിശ്വാസം എത്ര നിർമ്മലമായിരുന്നു! അദ്ദേഹത്തിൻ്റെ മുഴുവൻ വ്യക്തിത്വവും എത്ര ശക്തമായിരുന്നു! അദ്ദേഹം തൻ്റെ നേട്ടം കൊണ്ടും വിശ്വാസത്തിൻ്റെ നൈർമല്യം കൊണ്ടും സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ടും എല്ലാവരെയും കീഴ്പ്പെടുത്തി. യേശു കഴിഞ്ഞാൽ അദ്ദേഹമായിരുന്നു എൻ്റെ ആദ്യ ശിശു. ആ ശിശുവിനെ പല പ്രാവശ്യം എൻ്റെ ഹൃദയത്തോട് ചേർത്ത് ഞാൻ ആലിംഗനം ചെയ്തു. എൻ്റെ മകൻ യേശുവിന് ശേഷം ആദ്യമായി മരിക്കേണ്ടി വന്നവൻ അദ്ദേഹമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അദ്ദേഹം കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടതിന് എത്ര ഹൃദയാർദ്രതയോടെ അദ്ദേഹത്തെ ഞാൻ ഉത്തേജിപ്പിച്ചു. വധിക്കപ്പെട്ട അവൻ തറയിൽ നിപതിച്ചപ്പോൾ അവനെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവരികയും വീണ്ടും എൻ്റെ ഹൃദയത്തിൽ അവനെ ഞാൻ ആലിംഗനം ചെയ്യുകയും ചെയ്തു. ഓ, ആ രംഗം കാൽവരിയുടേതുപോലെ ആയിരുന്നു. കിരീടമാകുന്നതിന് നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതെ, എൻ്റെ നിർമ്മലവും ദുഃഖാർദ്രവുമായ ഹൃദയത്തിൻ്റെ കിരീടം. അവനിലെന്ന പോലെ നിങ്ങളിലും ഞാൻ എൻ്റെ ദിവ്യസുതൻ്റെ സ്നേഹപൂർണത ചൊരിയുകയാണ്. തന്മൂലം ഈ കൃപാവരത്തെ ചെറുത്തു നിൽക്കുവാൻ ആർക്കും സാധ്യമല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരു ചെറു തൂവലിനെ തൻ്റെ പൂർണിമയുടെ തിരമാലയിൽ കൂടി എന്നതുപോലെ സംഭവിച്ചു കൊണ്ടുപോകും. എൻ്റെ പ്രസ്ഥാനത്തിലെ ഓരോ വൈദികനും എനിക്ക് സ്നേഹത്തിൻ്റെ ഈ മകുടമായിരിക്കും. ലില്ലികളുടെയും റോസുകളുടെയും സൈക്ലമൻസിൻ്റെയും ഒരു കിരീടം. ഈ കിരീടത്തിലെ പുഷ്പങ്ങളായിരിക്കും എൻ്റെ ഈ കുഞ്ഞുമക്കൾ. അവർക്ക് വേണ്ടി ഞാൻ നേടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ തടുത്തു നിർത്താൻ ആർക്കും കഴിയുകയില്ല. ഓ, അവർ പോലും അവരിൽ മിക്കവരും അന്തിമ സാക്ഷ്യം നൽകുന്നതിന് വിളിക്കപ്പെടും. എന്നാൽ അവരുടെ രക്തം ലോകത്തെ കഴുകുകയും ശുദ്ധമാക്കുകയും ചെയ്യും. അതിൽ നിന്ന് ഒരു പുതിയ ലോകം, സ്നേഹത്തിൽ നവീകരിക്കപ്പെട്ടതും ദൈവത്തിൻ്റെ വിജയത്തിന് വേണ്ടി പുതുതായി പ്രതിഷ്ഠിക്കപ്പെട്ടതുമായ ഒരു ലോകം ജനിക്കും. ഡിസംബർ 31, 1974 അവസാന രാത്രി. 66. നിൻ്റെ ഏകദീപം. എൻ്റെ മകനെ, ഈ വർഷം എന്നോടുകൂടി അവസാനിപ്പിക്കുകയും പുതുവർഷം പ്രാർത്ഥനയിൽ എൻ്റെ വിമല ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആരംഭിക്കുകയും ചെയ്യുക. കൃതജ്ഞതയുടെ പ്രാർത്ഥന. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളവയെല്ലാം കൃതജ്ഞതയുടെ പ്രാർത്ഥന അർപ്പിക്കുക. നീ അവയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വിലയേറിയ പ്രാർത്ഥന നിൻ്റെ സഹനം, എന്നിലുള്ള പൂർണ്ണവിശ്വാസം എന്നിവയെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വിധത്തിലത്രേ ഞാൻ അയച്ച ക്ഷണം ലോകത്തിലാകമാനമുള്ള എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പക്കലും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിത്ത് എപ്രകാരം വിതയ്ക്കപ്പെട്ടു, അത് മുളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പരിഹാര പ്രാർത്ഥന. വിനോദങ്ങളുടെ ഇടയിൽ യാഥാർത്ഥ്യങ്ങൾ മറന്നുകളയാനും ആനന്ദലഹരിയിൽ ഉല്ലസിക്കാനും ശ്രമിച്ചുകൊണ്ട് പുതുവർഷത്തെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിൻ്റെ അനേകം സഹോദരന്മാർക്ക് വേണ്ടി പാപപരിഹാര പ്രാർത്ഥന നടത്തുക. അവർ അനേകം പ്രാവശ്യം എൻ്റെ പുത്രൻ്റെ ഹൃദയത്തെയും എൻ്റെ മാതൃഹൃദയത്തെയും കുത്തിമുറിവേൽപ്പിക്കുന്നു. നവവത്സരത്തോടുകൂടി നിർണായകമായ സംഭവങ്ങൾ ആരംഭിക്കും. മനുഷ്യനിൽ ഭൂരിപക്ഷവും ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും അവസാനിക്കുക. ഇപ്പോൾ എൻ്റെ സൈന്യം യുദ്ധത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനും എപ്പോഴും എൻ്റെ ശത്രുവായിരുന്നവനും തമ്മിലുള്ള പോരാട്ടത്തിന് സഭ മുഴുവനും സാക്ഷ്യം വഹിക്കും. മനുഷ്യവംശത്തിൻ്റെ ഭൂരിഭാഗവും വഞ്ചിക്കുകയും എൻ്റെ തിരുസഭയിൽ അസംഖ്യം മക്കളെ ദുഷിപ്പിക്കുകയും അവരുടെ മാർഗഭ്രംശം വരുത്തുകയും ചെയ്യുന്നവനാണ് എൻ്റെ ശത്രുവായ സാത്താൻ. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 1975 ആനന്ദത്തിൽ ജീവിക്കുക. ജനുവരി 4, 1975 ആദ്യ ശനി. 67.
എൻ്റെയും മാർപ്പാപ്പയുടെയും സ്വരത്തോടുള്ള വിശ്വസ്തത. എൻ്റെ വിമലവും വ്യസനപൂർണവുമായ ഹൃദയത്തിൻ്റെ ബഹുമാനാർത്ഥം ഇന്ന് പവിത്രമായ എൻ്റെ അൾത്താരയിൽ നിങ്ങൾ അർപ്പിച്ച ദിവ്യബലി എന്നെ എത്രമാത്രം തൃപ്തിയാക്കിയെന്നോ. എന്നെ ആദരിക്കുന്നതിന് വേണ്ടി ജപമാല പാടിക്കൊണ്ടും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടും നിങ്ങൾ പ്രാർത്ഥനയുടെ ഒരു തീർത്ഥയാത്രയായി വന്നു. ഞാൻ എത്രത്തോളം സന്തോഷവതിയാണെന്ന് നേരത്തെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി. ഇതിനെപ്പറ്റി നിങ്ങൾ ബോധവാന്മാരാണ്. പ്രത്യേകിച്ച് നിങ്ങളെ ഞാൻ തടഞ്ഞു നിർത്തിയപ്പോഴും നിങ്ങളിലൂടെ എൻ്റെ പ്രസ്ഥാനത്തിലുള്ള എല്ലാവരെയും, വളരെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും ഞാൻ അനുഗ്രഹിച്ചു. ആ സമയത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള എൻ്റെ എല്ലാ വൈദികർക്കും ഞാൻ അവരുടെ സമീപത്തുണ്ടെന്ന് അനുഭവപ്പെടും. എൻ്റെ പുത്രന്മാരായ അവർ മാസത്തിൻ്റെയും വർഷത്തിൻ്റെയും ആദ്യ ശനിയാഴ്ചയായ ഇന്ന് എൻ്റെ വിമല ഹൃദയത്തെ വണങ്ങുന്നതിനായി ആത്മീയമായി ഒന്നിച്ചുകൂടി. എൻ്റെ പുത്രന്മാരെ, നിങ്ങൾ എൻ്റെ മാതൃഹൃദയത്തിന് എത്രമാത്രം ആനന്ദവും ആശ്വാസവുമാണ് നൽകിയത്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഫാത്തിമയിൽ ഞാൻ ആവശ്യപ്പെട്ട ഉദാത്തമായ അതെ എന്ന പ്രത്യുത്തരം അവസാനം നിങ്ങൾ നൽകുകയാണ്. എൻ്റെ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വൈദികരെ, എൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് നിങ്ങളുടെ അതെ ഞാൻ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളോട് കൂടിയുള്ള എൻ്റെ ജോലി ഞാൻ തുടങ്ങും. ആദ്യമായി എൻ്റെ ഈ പ്രസ്ഥാനം എല്ലായിടത്തും വ്യാപിക്കും. എൻ്റെ പ്രിയ വൈദികർ പരിശുദ്ധാത്മാവിൻ്റെ അനിഷേധ്യമായ ശക്തിയാൽ ചലിപ്പിക്കപ്പെട്ട് സഹകരിക്കുകയും എൻ്റെ വൈദികരുടെ സൈന്യ രൂപീകരണത്തിന് സമ്മേളിക്കുകയും ചെയ്യും. അവർ സുവിശേഷത്തോടും തിരുസഭയോടും മാത്രം വിശ്വസ്തരായി നിലകൊള്ളാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അബദ്ധങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്നവരും മാർപ്പാപ്പയ്ക്കും തൻ്റെ സഭയ്ക്കും എതിരായി അണിനിരന്ന് എൻ്റെ പാവപ്പെട്ട മക്കളിൽ ഒരു വലിയ ഗണത്തെ നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നവരുമായ വൈദികരുമായി നടക്കുന്ന ഭീകരമായ ഏറ്റുമുട്ടലിൻ്റെ സമയം വരുമ്പോൾ നിങ്ങളായിരിക്കും എൻ്റെ വിശ്വസ്ത വൈദികർ. അശുദ്ധാത്മാവ് സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഇരുട്ടിൽ അഹങ്കാരത്തിൻ്റെ അരൂപി അസത്യങ്ങൾ ശക്തമായി പ്രചരിപ്പിക്കുമ്പോൾ അവയെ എല്ലാവരും തന്നെ ഊന്നിപ്പറയുകയും അവയെ പിൻചൊല്ലുകയും ചെയ്യും. ആ സമയത്ത് സഭയിലുള്ള സർവ്വവും ചോദ്യം ചെയ്യപ്പെടും. എൻ്റെ പുത്രൻ്റെ സുവിശേഷം തന്നെ വെറും കെട്ടുകഥയായി അവർ പ്രഖ്യാപിക്കും. അപ്പോൾ എനിക്ക് പ്രതിഷ്ഠിതരായ വൈദികരെ, നിങ്ങൾ എൻ്റെ വിശ്വസ്ത പുത്രന്മാരായിരിക്കും. സുവിശേഷത്തോടുള്ള വിശ്വസ്തത, തിരുസഭയോടുള്ള വിശ്വസ്തത നിങ്ങൾ എന്നിൽ മാത്രം നിങ്ങൾ അർപ്പിച്ച് എൻ്റെ സ്വരത്തിന് മാത്രം കീഴ്പ്പെട്ട് അതിനെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ശീലത്തിൽ നിന്നായിരിക്കും നിങ്ങളുടെ വിശ്വസ്തതയുടെ ബലം നിങ്ങൾക്ക് ലഭിക്കുക. ആകയാൽ ഈ ദൈവശാസ്ത്രത്തിൻ്റെയോ ഇത് തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ അധ്യയന ശബ്ദത്തെയോ അവർക്ക് എത്രമാത്രം ജനസമ്മതി ലഭിച്ചാലും സ്വരമായിരിക്കില്ല നിങ്ങൾ അനുസരിക്കേണ്ടത്. പ്രത്യുത എൻ്റെ പുത്രരെ, എൻ്റെ സ്വരം മാത്രമായിരിക്കും നിങ്ങൾ പിൻചൊല്ലുന്നത്, തിരുസഭയുടെ സ്വരം. മാർപ്പാപ്പയും അദ്ദേഹത്തോട് ഐക്യപ്പെട്ടു നിൽക്കുന്ന തിരുസഭയും പ്രഖ്യാപിക്കുന്നവ മാത്രം എൻ്റെ സ്വരം മൃദുലമായി ആവർത്തിക്കും. എൻ്റെ സ്വരത്തോടും മാർപ്പാപ്പയുടെ സ്വരത്തോടും വിശ്വസ്തത പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവനെ രക്ഷിക്കുന്നതിനും ശ്രദ്ധിക്കപ്പെടാത്ത അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ പരിത്യക്താവസ്ഥയിലും ഏകാംഗിത്വത്തിലും അദ്ദേഹത്തിന് ആശ്വാസമരുളുന്നതിനും ഞാൻ ഒരുക്കുന്ന സൈന്യവ്യൂഹം നിങ്ങളായിരിക്കും. നിങ്ങളും മർദ്ദിക്കപ്പെടും. പ്രകാശിക്കുന്ന ഏകദീപം നിങ്ങൾ മാത്രമാവുന്ന സമയം വരുന്നു. സുവിശേഷത്തോടുള്ള നിങ്ങളുടെ വിശ്വസ്തത നിങ്ങളുടെ സഹനങ്ങളും വഴി ഒരു വലിയ ഗണം ആത്മാക്കൾക്ക് രക്ഷയുടെ മാർഗം ചൂണ്ടിക്കാണിക്കുന്നതിന് നിങ്ങൾക്ക് കഴിയുമാറാകും. എൻ്റെ ഇടപെടൽ നിമിത്തം നിങ്ങളുടെ പ്രകാശം പൂർണ്ണമായി ഒരിക്കലും അണഞ്ഞു പോകുകയില്ല. എൻ്റെ വിശിഷ്ട ഭാജനങ്ങളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമീപത്ത് അമ്മയെന്ന നിലയിൽ ഞാൻ സന്നിഹിതയാകുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾ ബോധ്യവാന്മാരാകുക. എൻ്റെ വിമല ഹൃദയത്തിൽ സങ്കേതം നൽകുന്നതിന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങളെ ഞാൻ സമ്മേളിപ്പിക്കാൻ പോകുന്ന സമയം ഇതത്രേ. ജനുവരി 28, 1975 68 നിങ്ങൾക്ക് അവശേഷിച്ചിരിക്കുന്ന സമയം. എൻ്റെ മകനെ, എൻ്റെ ഈ പുത്രന്മാരെ ഒന്നിച്ചു കൊണ്ടുവരുന്നതിന് നീ തയ്യാറാവുക. ഞാൻ നിനക്ക് നേരത്തെ തന്നെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുക. എനിക്ക് ദ്രുതഗതിയിൽ മുന്നോട്ട് പോകണം. പ്രചണ്ഡമായ കൊടുങ്കാറ്റ് അടിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികരെയെല്ലാം വീണ്ടും ഒന്നിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന്. ഒരിക്കൽ ജപാലയത്തിൽ അവർ ഒരുമിച്ച് കൂടിയതുപോലെ അമ്മയായ ഞാൻ പ്രാർത്ഥനയിൽ നിങ്ങളെ ഒരുമിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്.
വളരെ ലളിതവും അതേസമയം വളരെ ഫലപ്രദവുമായ ആ പ്രാർത്ഥന, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട പരിശുദ്ധ ജപമാല എന്ന പ്രാർത്ഥന എന്നോടുകൂടെയും എന്നിലൂടെയും ചൊല്ലുക. നല്ലവണ്ണം പ്രാർത്ഥിക്കുക. വിനയത്തോടും ഹൃദയലാളിത്യത്തോടും പരിത്യക്ത ചൈതന്യത്തോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കുക. മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുക. മനഃചാഞ്ചല്യം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിമിത്തം വിഷമിക്കാതിരിക്കുക. വലിയ ഗണം ആത്മാക്കൾ ദൈവത്തിൽ നിന്നകന്ന് അബദ്ധസഞ്ചാരം നടത്തുകയും അധപതനത്തിൻ്റെ വഴിയിലൂടെ ശീഘ്രം പാഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ വഴിയാകട്ടെ അനുദിനം കൂടുതൽ അക്രമാസക്തവും മനുഷ്യത്വരഹിതവുമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിന്റെ ഏതെങ്കിലും പ്രവൃത്തിക്കോ അഥവാ നീ തനിച്ചെടുക്കുന്ന ഏതെങ്കിലും പ്രവർത്തനത്തിനോ അവയെ ചെറുത്തു നിൽക്കാൻ കഴിയാതെ വരും. നിത്യരക്ഷയിൽ നിന്ന് ഒരടി മാത്രം അവർ അകലെയാണ്. അവസാന നിമിഷത്തിൽ എൻ്റെ മാതൃസഹജവും അത്ഭുതാവഹവുമായ ഇടപെടൽ മൂലം എനിക്ക് മാത്രമേ അവരെ രക്ഷിക്കാൻ കഴിയൂ. നിന്റെ പ്രാർത്ഥന എനിക്ക് ആവശ്യമായത് ഇതുകൊണ്ടത്രേ. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ വൈദികർ ഓരോ നിമിഷവും പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ടും ഈ പുരോഹിത മനോഭാവത്തിലും സ്ഥിതി ചെയ്യണം. വാദപ്രതിവാദങ്ങൾ, ചൂടിയേറിയ പ്രവർത്തനം, ഇക്കാലത്ത് ജനസമ്മതിക്കുള്ള കാര്യങ്ങളുടെ ഏറ്റെടുക്കൽ, ഇവയെല്ലാം നിൻ്റെ ശക്തികളെ ചിതറിപ്പിച്ചു കളയുന്നതിന് എൻ്റെ ശത്രു ഉപയോഗിക്കുന്ന സൂത്രപ്പണികളാണ്. ഇക്കാലത്ത് എല്ലാറ്റിനെയും എല്ലാവരെയും കുരുക്കിലാക്കുന്നതിൽ അവൻ വിജയിക്കുന്നു. എൻ്റെ വത്സലപുത്രന്മാരെ, നിങ്ങൾ അതിനാൽ വഞ്ചിക്കപ്പെടുകയില്ല. കാരണം നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരത്രേ. എന്നോട് കൂടെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന എൻ്റെ വൈദികർ നിങ്ങൾ മാത്രമായിരിക്കും. ഏതൽ പ്രാർത്ഥനയാൽ സമീപസ്ഥമായിരിക്കുന്ന ആ മതത്യാഗം കുറെയെങ്കിലും തടയപ്പെടുകയും ശിക്ഷകൾ അല്പമൊക്കെ മയപ്പെടുകയും ചെയ്യും. സഹോദരന്മാരെ പോലെ പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയത്രേ നിങ്ങളുടെ അമ്മയുടെ ചുറ്റും നിങ്ങൾ കൂടിയിരിക്കുന്നത്. ഇക്കാലത്ത് വൈദികർ പരസ്പരം സ്നേഹിക്കുന്നില്ല, പരസ്പരം സഹായിക്കുന്നില്ല. അനുദിനം ഈ കാഴ്ച കാണുമ്പോൾ എൻ്റെ മാതൃഹൃദയം എത്രമാത്രം വ്യസനമാണ് അനുഭവിക്കുന്നത്. സ്വാർത്ഥത സഹോദര സ്നേഹത്തിൻ്റെ ഓരോ പ്രചോദനത്തെയും വീർപ്പുമുട്ടിക്കുകയും തന്മൂലം എൻ്റെ നിരവധി വൈദികരുടെ ആത്മാക്കളിൽ സ്നേഹശൂന്യതയും അന്ധകാരവും മാത്രം അവശേഷിക്കുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ പ്രിയപുത്രരെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം അന്വേഷിച്ചു പോകുക, പരസ്പരം ഐക്യപ്പെട്ടിരിക്കുക. വിശ്വസ്ത വൈദികരായിരിക്കുന്നതിന് മാർപ്പാപ്പയോടും സുവിശേഷത്തോടും തിരുസഭയോടും വിശ്വസ്തരായിരിക്കുന്നതിന് പരസ്പരം സഹായിക്കുക. ഇപ്പോൾ വിശ്വാസത്തെ സംബന്ധിച്ചെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നുമ്പോൾ നിങ്ങൾ വിഷാദിക്കരുത്. നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ പുത്രൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഒരൊറ്റ വാക്കുപോലും നിങ്ങൾ നിഷേധിക്കുകയോ നിർദ്ദിഷ്ട അർത്ഥത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയോ ചെയ്യുകയില്ല. എൻ്റെ തിരുസഭയിൽ ഖനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത കൂടിരുട്ടിനെ നിങ്ങളുടെ പ്രകാശം കൊണ്ട് നേരിടുന്നതിന് നിങ്ങൾ സുവിശേഷത്തെ ജീവിതത്തിൽ സാർത്ഥകമാക്കണം. നിങ്ങൾ സുവിശേഷം ജീവിക്കണം. എന്നോട് കൂടെ ആയിരിക്കുക. ഈ സമ്മേളനത്തിൽ എല്ലാവരും എൻ്റെ വിശേഷ സാന്നിധ്യം അനുഭവവേദ്യമാകും. സമയം സമ്മർദ്ദം ചെലുത്തുന്ന നിമിഷം അസാധാരണമായ വിധം ഞാൻ എന്നെ തന്നെ ഓരോരുത്തർക്കും ദൃശ്യമാക്കും. ഇതുപോലുള്ള ഏറെ സമ്മേളനങ്ങൾ ഇനിയും നടത്തണം. നിനക്ക് ചെലവഴിക്കാൻ ഇപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുന്നുള്ളൂ. എല്ലാം നന്നായി നടത്തണം. അങ്ങനെ എൻ്റെ പ്രിയ സുതരുടെ ആത്മാക്കൾ ഭീതി കൂടാതെ തന്നെ സന്നദ്ധരായി നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായന അവസാനിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ പരമാവധി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി, എല്ലാ മലയാളികളും അറിയുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സന്ദേശങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം അനുഗ്രഹപൂർണ്ണമാകട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.